ഹലോ എവരിവൺ. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് നമ്മളെ വീട്ടിലുണ്ടായ കുറച്ച് മാങ്ങളെ കുറിച്ചിട്ടാണ്. അതിലൊന്ന് ഫസ്റ്റ് പ്രിയൂരാണിത്. അതുപോലെ ഇത് മൾഗോവ മാമ്പഴമാണ്. അതുപോലെ ഇത് നമ്മുടെ ബെനറ്റ് അൽഫോൺസാണ്, സിന്ദൂരം മാങ്ങ. ഇത് കോട്ടുകാരുടെ സ്വന്തം എന്ന് പറയുന്ന ഓളോർ. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് റിവ്യൂ എങ്ങനെയുണ്ട്, ടേസ്റ്റ് എന്താ കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കി നോക്കാം. ഇത് പ്രിയൂരാണ്. ഇതിൻ്റെ ടേസ്റ്റ് എങ്ങനെയുണ്ട് നമുക്ക് നോക്കി നോക്കാം. കട്ട് ചെയ്ത് നോക്കാം. അത്യാവശ്യം നല്ല പഴുത്ത ഒരു ഓക്കെ, ഇതാണ് പ്രിയൂര്. നല്ല സ്വീറ്റാണ്, ഫൈബർ വളരെ കുറവാണ്, അതുപോലെ തന്നെ നല്ല ടേസ്റ്റിയാണ്. നമുക്ക് എന്താ പറയുക, ഒരു നല്ലൊരു മാങ്ങ, ദ ബെസ്റ്റ് വെറൈറ്റി തന്നെ പറയാം. ഒരു സംശയം വേണ്ട, വീട്ടിൽ ആർക്കും വെക്കാൻ പറ്റിയ ഒരു മാങ്ങ. നല്ല കായ്ഫലം കിട്ടും, നല്ല സൂര്യപ്രകാശം കൊടുത്താൽ നന്നായിട്ട് കായ്ക്കുകയും ചെയ്യും, നല്ല ടേസ്റ്റിയാണ്. ഓക്കെ, ഇനി നമ്മൾ ടേസ്റ്റ് ചെയ്യാൻ നോക്കുന്നത് മൾഗോവയാണ്. ഇതാണ് മൾഗോവ. ഓക്കെ, കട്ട് ചെയ്യാം. മൾഗോവ അത് നല്ല ടേസ്റ്റി ഉള്ള ഒരു മാങ്ങയാണ്. അതുപോലെ തന്നെ കുറച്ച് യെല്ലോ കളർ ഫ്ലഷാണ് ഇത് വരും. ഓക്കെ, ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഇതും പ്രത്യേക ഫ്ലേവർ. എന്താണെന്ന് വെച്ചാൽ പറയാം, നേരത്തെ നമ്മൾ പ്രിയൂര് നോക്കിയതിൻ്റെ ആ ഒരു മാച്ചേ അല്ല, അത് വേറെ ഫ്ലേവർ. അതുപോലെ തന്നെ സ്വീറ്റാണ്, അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ട്, നല്ല ടേസ്റ്റുള്ള ഒരു മാങ്ങ. ഇതും അതുപോലെ തന്നെ ആർക്കും വീട്ടിൽ വെക്കാൻ പറ്റും, ഈസി ആയിട്ട് വെക്കാൻ പറ്റും. അത്യാവശ്യം കായ പിടിക്കും, വലിയ മാങ്ങയാവും, ഏകദേശം 1 കിലോനോളം വരെയൊക്കെ വരുന്ന ഒരു മാങ്ങകളാണ്. അത്യാവശ്യം കായ പിടുത്തവും കിട്ടുന്നുണ്ട്. ഇതിപ്പോൾ നമ്മൾ ഒരു കഷ്ണം നമ്മളെ വീഡിയോ എടുക്കണാക്കും കൊടുക്കാം. ഇതാണ് ഒളോര്, നല്ല യെല്ലോ കളറായിട്ടുണ്ട്. ഇത് ശരിക്കും കോഴിക്കോട്ടുകാരെ മാങ്ങയാണെന്ന് അവകാശപ്പെടുന്ന മാങ്ങയാണ്. ഇത് അത്യാവശ്യം നന്നായിട്ട് വളഞ്ഞിട്ടുണ്ട്, പഴുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് കട്ട് ചെയ്ത് നോക്കാം, ഇതെങ്ങനെ ഉണ്ട് എന്നുണ്ട്. ഇതൊരു പക്ക നാടൻ മാങ്ങ ഇനത്തിൽപ്പെട്ടൊരു മാങ്ങയാണ്. ഓക്കെ, അത്യാവശ്യം ഫൈബർ ഉണ്ട്, ഒരു 50% ഫൈബറിൻ്റെ ഒരു ഇനാണത്. ഫൈബർ ഇതിൽ കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഇതൊന്ന് കട്ട് ചെയ്ത് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഞാൻ ഇത്രയും അധികം മാങ്ങ കഴിച്ചിട്ടില്ല. നല്ല സ്വീറ്റാണ്, ഏകദേശം നമ്മൾ നാടൻ മാങ്ങേൻ്റെ ഒക്കെ പോരെ. നമ്മളെ കോമാങ്ങ ഒക്കെ അതിൻ്റെ ഒക്കെ ഒരു ഫൈബർ ഉണ്ട് അത്യാവശ്യം. കോമാങ്ങൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ട്, നല്ല മധുരം ഉണ്ട്, നല്ല മാങ്ങയാണ്. നമുക്കൊരു നാടൻ മാങ്ങയിനത്തിൽ നമ്മളെ കുട്ടിക്കാലത്തൊക്കെ മാങ്ങ കഴിച്ചാൽ ഒരു ഫീലൊക്കെ തോന്നുന്ന ഒരു മാങ്ങ. ഇനി നമ്മൾ പ്രസൻറ്റ് ചെയ്യാൻ പോണത് സിന്ദൂരം ബെനറ്റ് അൽഫോൺസ. ഇത് ഈ മുച്ചുമത്തെ മാങ്ങയാണ്. ഇപ്പോൾ ഒരു 5 മിനിറ്റായിട്ട് നമ്മൾ പറിച്ചിട്ടുള്ളത്. ഇതിനെ പൊയ്ത്ത് കിടക്കായിരുന്നു, ഇപ്പോൾ ജസ്റ്റ് പിക്ക് ചെയ്തൊരു മാങ്ങയാണ്. അപ്പം ഇതിൻ്റെ ടേസ്റ്റ് എങ്ങനെയുണ്ട്, ഇത് മരത്തുമെന്ന് തന്നെ പോത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതെങ്ങനെയുണ്ട് നമുക്ക് നോക്കാം. ഓക്കെ, കട്ട് ചെയ്തു. കുറച്ചും കൂടിയും ഫ്ലഷ്, കുറച്ചും കൂടിയും ഓറഞ്ച് കൂടിയ ഒരു ഫ്ലഷാണ്, മഞ്ഞയല്ല. കുറച്ചും കൂടി നല്ല ആരോമ, നല്ല ഗന്ധമുള്ളൊരു മാങ്ങയാണ്. ഇത് ശരിക്കും അൽഫോൺസയിൽ നിന്ന് വികസിപ്പിച്ചെടുത്ത ഒരു ഇനാണ്. അതുകൊണ്ട് തന്നെ അൽഫോൺസിൻ്റെ കുറേ ഫ്ലേവറും അതിൻ്റെ മണം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അതിന് കിട്ടും. സ്വീറ്റ് ആൻഡ് ടേസ്റ്റി ആൻഡ് ഫൈബറേ ഇല്ല, വെരി ടേസ്റ്റി, നമുക്ക് ഒന്നും പറയാനില്ല. സോ ടേസ്റ്റി, നല്ല സ്മെല്ല്. പോരായ്മ എന്താ വെച്ചാൽ ഇത് അത്യാവശ്യം നല്ല വിളഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ നല്ല പുളി ഉണ്ടാവും. അപ്പോൾ നന്നായിട്ട് വിളഞ്ഞിട്ട് ഒഴിപ്പിക്കുക. ഇതിലൊരു പീസ് നമ്മളെ ക്യാമറമാൻ ഒന്ന് കഴിച്ചു നോക്കിയിട്ട് റിവ്യൂ കൂടി പറഞ്ഞു നോക്കാം. എങ്ങനെയുണ്ട്? അടിപൊളി, നൈസ് ടേസ്റ്റ്, വെരി ഗുഡ് ടേസ്റ്റ്. ഇത് വീട്ടിൽ വെക്കാൻ പറ്റിയ ഏറ്റവും ബെസ്റ്റ് ഇനാണ് കേട്ടോ. നന്നായിട്ട് കായ പിടുത്തുണ്ടാവും, അത്യാവശ്യം വലിയ മരം ആവില്ല, പക്ഷേ ഒരു കോമ്പാക്ട് ട്രീ ആയിട്ട് വളരും. പിന്നെ ചെറിയൊരു പുഴുക്കേണ്ട ചെല്ലുണ്ട്, അതൊരു കഴിച്ചക്കണി എന്തെങ്കിലുമൊക്കെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ബെസ്റ്റ് ആയിട്ടുണ്ടാണ് മാങ്ങ. അപ്പം നമ്മൾ 4 മാങ്ങ നമ്മൾ റിവ്യൂ ചെയ്തു. അതിലിപ്പോൾ എൻ്റെ ഇഷ്ടപ്രകാരം അല്ലെങ്കിൽ ഞങ്ങളുടെ ഇഷ്ടപ്രകാരം, എൻ്റെ ടേസ്റ്റ് പ്രകാരം നോക്കിയിട്ട് ഏറ്റവും ബെസ്റ്റായിട്ട് എനിക്ക് തോന്നിയത് സിന്ദൂരാണ്. തൊട്ടടുത്തായിട്ട് പ്രിയൂരും, ദെൻ തൊട്ട് ബാക്കിലായിട്ട് മൾഗോവ, ദെൻ ഒളോറും ഗുഡാണ്. 4 മാങ്ങ നല്ല ടേസ്റ്റിയാണ്. പക്ഷേ എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ
ഫസ്റ്റ് എനിക്ക് തോന്നിയത് സിന്ദൂര. ഇതിൽ നിങ്ങൾക്ക് ഏത് മാങ്ങയാണ് ഇഷ്ടം എന്നല്ല ഒന്ന് കമൻറ്റ് ചെയ്യൂ ജസ്റ്റ്.